നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വേലിമേൽ പരത്തി എന്ന് പറഞ്ഞിട്ടാണ്. ഈ വേലിമേൽ പരത്തി എന്ന് പറയുന്നത് പിന്നെ മിക്കവാറും വൈദ്യന്മാർക്കല്ല, സാധാരണ എല്ലാവർക്കും ഇത് ചോദിച്ചാൽ അറിയാം. പക്ഷേ ഇന്ന് ഈ സാധനം നമുക്ക് വംശനാശം സംഭവിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു വിധമുള്ള ഭാഗത്തൊന്നും തിരഞ്ഞാൽ ഇത് കിട്ടില്ല. ഇത് ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവിൻ്റെ അടുത്തുള്ള എൻ്റെ സുഹൃത്ത് ബാബു വൈദ്യർ എനിക്ക് വേണ്ടിയിട്ട് വേറെ ആളെ മരുന്ന് പറിക്കുന്ന ഒരാളെ ഏൽപ്പിച്ച് അയാൾ എവിടുന്നോ പറിച്ച് കൊടുന്ന് തന്നതാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് മരുന്നുകൾക്ക് ഉപയോഗപ്പെടുന്നു. മെയിനായിട്ട് ഇത് എണ്ണ കാച്ചാനാണ്. ഈ ചെടിനെ നമ്മൾ കണ്ടാൽ തിരിച്ചറിയാൻ വേണ്ടി ചെടിയുടെ ഇല വളരെയധികം ഒന്ന് ശ്രദ്ധിക്കണം. ഇതിൻ്റെ അകവും പുറവും നോക്കുക എല്ലാവരും. ഇങ്ങനെ വള്ളിയായിട്ട് വേലിമക്കൂടി, പഴയ കാലത്ത് വേലിമക്കൂടി ഇത് പടർന്നിരുന്നതാണ്. ഇപ്പോൾ ഈ വേലി പോയതോടുകൂടെ ഈ സംഭവം ശരിക്കും വംശനാശം സംഭവിച്ചത്. ഒരു ഡ്രൈ ഏരിയയിലാണ് അധികം ഇതുണ്ടാവുക, അല്ലാതെ വെള്ളമൊഴിച്ചിട്ട് വളർത്താൻ പറ്റുന്നൊരു ചെടിയല്ല. ഈ ഡ്രൈ ഏരിയയിലൊക്കെ വരുന്നൊരു ചെടിയാണ്, ഒരു വള്ളിച്ചെടിയാണിത്. ഒരുപാട് തരം ഔഷധങ്ങൾ, പിന്നെ ഇത് നമ്മൾ തേങ്ങാപ്പാലിൽ ഉപയോഗപ്പെടുത്തിയിട്ട് അതിൻ്റെ പാലെടുത്തിട്ട് ഇതും കൂടി ഉള്ളിലേക്ക് കഴിക്കുന്നൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഇനി കൂടുതൽ വൈദ്യന്മാരത് കുറിച്ച് പറയുമ്പോഴാണ് ഇതൊക്കെ സംരക്ഷിക്കപ്പെടാൻ പറ്റുന്നത്. ഔഷധ ഗുണം അറിയിട്ടില്ല ഇതൊന്നും നമുക്ക് സംരക്ഷിക്കാൻ പറ്റില്ല. ഔഷധ പരിപാലന സമിതിക്ക് വേണ്ടിയിട്ട് ശരി പറഞ്ഞു. ഓക്കെ, ബൈ.